കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 845. സൂറത്തുൽ ലുഖ്മാൻ ആയത്തുകൾ 20 മുതൽ 34 വരെ, അതായത് അവസാനം വരെ. പേജ് നമ്പർ 1435. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി سخر لكم ما في السماوات وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنة ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما وجدنا عليه آباءنا أولو كان الشيطان يدعوهم إلى عذاب السعير ومن يسلم وجهه إلى الله وهو محسن فقد استمسك بالعروة الوثقى وإلى الله عاقبة الأمور ومن كفر فلا يحزنك كفره إلينا مرجعهم فننبئهم بما عملوا إن الله عليم بذات الصدور نمتعهم قليلا ثم نضطرهم إلى عذاب غليظ ولئن سألتهم من خلق السماوات والأرض ليقولن الله قل الحمد لله بل أكثرهم لا يعلمون لله ما في السماوات والأرض إن الله هو الغني الحميد ولو أن ما في الأرض من شجرة أقلام والبحر يمده من بعده 7 أبحر ما نفدت كلمات الله إن الله عزيز حكيم ما خلقكم ولا بعثكم إلا كنفس واحدة إن الله سميع بصير ألم تر أن الله يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري إلى أجل مسمى وأن الله بما تعملون خبير ذلك بأن الله هو الحق وأن ما يدعون من دونه الباطل وأن الله هو العلي الكبير ألم تر أن الفلك تجري في البحر بنعمة الله ليريكم من آياته إن في ذلك لآيات لكل صبار شكور وإذا غشيهم موج كالظلل دعوا الله مخلصين له الدين فلما نجاهم إلى البر فمنهم مقتصد وما يجحد بآياتنا إلا كل ختار كفور يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده
ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 846 സൂറത്തുൽ ലുഖ്മാൻ ആയത്ത് 20 പേജ് നമ്പർ 1435. അലം തറൂ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും നിങ്ങൾക്ക് വേണ്ടി, അതായത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അള്ളാഹു കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നു, കീഴ്പ്പെടുത്തി തന്നു എന്നൊക്കെ അർത്ഥം പറയലുണ്ട്. ആകാശത്തിലുള്ള വസ്തുക്കളിൽ സൂര്യനെയും ചന്ദ്രനെയും അനേകം സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സൂര്യനും ചന്ദ്രനും മനുഷ്യന് കീഴ്പ്പെട്ടു എന്നോ അധീനപ്പെട്ടു എന്നോ പറയാൻ പറ്റുകയില്ലല്ലോ. ഒരു സാധനം ഒരാൾക്ക് കീഴ്പ്പെട്ടു എന്ന് പറയണമെങ്കിൽ അയാൾക്ക് ഇഷ്ടം പോലെ അത് കൈകാര്യം ചെയ്യുവാൻ സാധിക്കുമാറാകണ്ടേ? അങ്ങനെ ലോകത്ത് ഇതുവരെ സംഭവിച്ചിട്ടുണ്ടോ? കോടിക്കണക്കിന് പണം ചെലവഴിച്ച് ഒരു ബഹിരാകാശ യാത്രക്കാരൻ ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ മേൽപ്പറഞ്ഞ ചിന്താഗതിക്കാർ ഖുർആന്റെ പ്രവചനം പ്രയോഗത്തിൽ വന്നു എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുകയും സന്തോഷിച്ച് തുള്ളിച്ചാടുകയും ചെയ്തു. എന്നിട്ട് എന്തുണ്ടായി എന്ന് നോക്കിയാൽ ഒന്നുമില്ല. അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നു എന്നർത്ഥം പറയേണ്ട, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു അധീനപ്പെടുത്തി എന്നർത്ഥം പറഞ്ഞുകൊള്ളുക. ഈ ആയത്തുകളിലൊക്കെയും ആദ്യം പറഞ്ഞത് സൂര്യനെയാണല്ലോ. സൂര്യനിൽ ഇതുപോലെ ഒരു മനുഷ്യന് കാലുകുത്തലുണ്ടാകുമോ? ഖുർആന്റെ മഹത്വം തെളിയിക്കാൻ ഈ അതിര് കവിഞ്ഞ സാഹസം വേണമോ? പേജ് നമ്പർ 1437. ഇവിടെ പേജ് നമ്പർ 1436 ഒരു 4-5 വരികൾ മാത്രം വന്നിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ തുടർത്താട് അടുത്ത പേജിലാണ്. പ്രത്യക്ഷമായും പരോക്ഷമായുമുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരികയും ചെയ്തു. മനുഷ്യന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അളവറ്റതാണ്. ഇബ്രാഹിം 34-ാം വചനത്തിൽ ചൂണ്ടിക്കാണിച്ച പോലെ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ. വായു, വെള്ളം, മഴ, അരുവി, പുഴ, കടൽ, ചെടികൾ, മരങ്ങൾ, കായ്ക്കനികൾ, നാനാജാതി ഫലവർഗ്ഗങ്ങൾ, ബുദ്ധി, കാഴ്ച, കേൾവി, സംസാരം, ഇങ്ങനെ പോകുന്നു ആ പ്രത്യക്ഷവും പരോക്ഷവുമായ അനുഗ്രഹങ്ങൾ. എണ്ണിയാലൊടുങ്ങാത്ത ആ പാരാവാരത്തിൽ നീന്തിത്തുടുക്കുകയാണ് മനുഷ്യർ. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. യാതൊരറിവും മാർഗദർശനവും വെളിച്ചം നൽകുന്ന വേദവും ഇല്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്ന ചിലർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ഖുർആനോ ഹദീസോ പഠിക്കാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ആൾക്കാരെ എല്ലാ കാലത്തും കാണാം. ബുദ്ധിക്കോ യുക്തിക്കോ നിരക്കാത്ത ബാലിശമായ വാദങ്ങൾ ഉയർത്തും. ഒന്നിനും നിലനിൽപ്പുണ്ടാവില്ല. ആയത്ത് 21. അള്ളാഹു അവതരിപ്പിച്ചത് നിങ്ങൾ പിൻപറ്റുവീൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ എന്നാൽ ഞങ്ങളുടെ പിതാക്കളെ ഏതൊരവസ്ഥയിൽ ഞങ്ങൾ കണ്ടുവോ അതിനെ ഞങ്ങൾ പിൻപറ്റുന്നുവെന്ന് അവർ പറയും. പിശാച് അവരെ നരകശിക്ഷയിലേക്ക് ക്ഷണിക്കുകയായിരുന്നാലും തൗഹീദ്, മരണാനന്തര ജീവിതം, പ്രവാചകത്വം, മതനിർദ്ദേശങ്ങൾ തുടങ്ങിയവയെ സംബന്ധിച്ച് തർക്കം നടത്തുന്ന പലരെയും കാണാം. എന്തെങ്കിലും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണോ അവർ വാദിക്കുന്നത്? ഏതെങ്കിലും രേഖകളെയോ ന്യായങ്ങളെയോ ആധാരമാക്കിയാണോ അവർ സംസാരിക്കുന്നത്? ഒന്നുമല്ല.
അവർക്ക് ആകെ പറയാനുള്ളത് അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചാണ്, അവരുടെ പൂർവ്വപിതാക്കളെക്കുറിച്ച്. ആ പിതാക്കളെ മാത്രമേ അവർ പിൻപറ്റുകയുള്ളൂ. നരകത്തിലെത്താനുള്ള മാർഗത്തിൽ അവർ നീങ്ങുകയും ആ വഴി പിന്തുടരുവാൻ പിശാച് പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിലും ആ വഴിയിൽ തന്നെ നീങ്ങണമെന്ന് വാശി പിടിക്കുകയും പൂർവികരുടെ ദുർമാർഗത്തിൽ അണഞ്ഞുകൊടുക്കുകയും ചെയ്യുന്നു. ആയത്ത് 22. വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹ്, ഏതൊരുവൻ തൻ്റെ മുഖത്തെ അള്ളാഹുവിങ്കലേക്ക് അർപ്പിക്കുന്നുവെങ്കിൽ വഹുവ മുഹ്സിനുൻ, അവൻ ആത്മാർത്ഥതയുള്ളവനായിരിക്കെ അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അവൻ നമ്മെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ കർമ്മങ്ങൾ ചെയ്യണം. അവൻ്റെ മാത്രം പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടും മറ്റൊരു ഭൗതിക താല്പര്യവും ഇല്ലാത്ത നിഷ്കളങ്കമായ മനസ്സോടെയുമായിരിക്കണമെന്നും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. പേജ് നമ്പർ 1438. എന്നാൽ അവൻ ഏറ്റവും ഉറപ്പുള്ള കയറിൽ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. കാര്യങ്ങളുടെ എല്ലാം പര്യവസാനം അല്ലാഹുവിങ്കിലേക്കാകുന്നു. ആയത്ത് 23. വമൻ കഫറ, വല്ലവനും നിഷേധിയായി തീർന്നാൽ ഫലാ യഹ്സുൻക കുഫ്റുഹ്, അവൻ്റെ നിഷേധം നിന്നെ ദുഃഖിതനാക്കാതിരിക്കട്ടെ. ഇലൈനാ മർജിഉഹും, നമ്മുടെ അടുക്കലേക്കാകുന്നു അവരുടെ മടക്കം. ഫനുനബ്ബിഉഹും ബിമാ അമിലു, അപ്പോൾ അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് നാം അവർക്ക് വിവരം നൽകുന്നതാകുന്നു. ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, നിശ്ചയമായും അല്ലാഹു ഹൃദയങ്ങളിലുള്ളതിനെപ്പറ്റി ശരിക്കറിയുന്നവനാണ്. ആയത്ത് 24. നുമത്തിഉഹും ഖലീല, അവർക്ക് നാം അല്പം സുഖം അനുഭവിപ്പിക്കുന്നതാകുന്നു. ثم نضطرهم إلى عذاب غليظ, പിന്നെ അവരെ നാം അതികഠിനമായ ശിക്ഷയിലേക്ക് തള്ളിവിടുന്നതാണ്. അല്പം സുഖം അനുഭവിപ്പിക്കുമെന്ന് പറഞ്ഞത് ഭൗതിക ജീവിതത്തിൽ സത്യനിഷേധികൾക്ക് നൽകുന്ന സുഖസൗകര്യങ്ങളെക്കുറിച്ചാണ്. ഇഹലോകത്ത് പല സുഖസൗകര്യങ്ങളും അള്ളാഹു അവിശ്വാസികൾക്ക് നൽകും. സത്യനിഷേധത്തിൻ്റെയും അക്രമങ്ങളുടെയും ശരിയായ പ്രതിഫലം പരലോകത്തിലാണ് ലഭിക്കുക. കഠിന ശിക്ഷയിലേക്ക് അവരെ തള്ളും എന്ന് പറഞ്ഞത് പരലോക ശിക്ഷയെപ്പറ്റിയാണ്. ആയത്ത് 25. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ആരെന്ന് അവരോട് നീ ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണെന്ന് അവർ തീർച്ചയായും പറയുക തന്നെ ചെയ്യും. ഖുലിൽ ഹംദുലില്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ, പറയുക സർവസ്തുതിയും അല്ലാഹുവിന്, പക്ഷേ അവരിൽ അധിക പേരും അറിയുന്നില്ല. പേജ് നമ്പർ 1439. ആയത്ത് 26. ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് അല്ലാഹുവിൻ്റേതാകുന്നു. ഇന്നല്ലാഹ ഹുവൽ ഗനിയ്യുൽ ഹമീദ്, നിശ്ചയമായും അല്ലാഹു ആകട്ടെ അവൻ നിരാശ്രയനും സ്തുത്യർഹനുമാകുന്നു. ആയത്ത് 27. വലൗ അന്നമാ ഫിൽ അർദി മിൻ ഷജറത്തിൻ അഖ്ലാമുൻ, ഭൂമിയുള്ള മരങ്ങൾ പേനകളാകുകയും വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സർബഅതു അബ്ഹുരിൻ, സമുദ്രം മഷിയായി അതിന് ശേഷം 7 സമുദ്രങ്ങൾ അതിനെ പോഷിപ്പിക്കുകയും ചെയ്താലും മാനഫിദത്ത് കലിമാത്തുല്ലാഹ്, അല്ലാഹുവിൻ്റെ വചനങ്ങൾ തീർന്നു പോകുകയില്ല. ഇന്നല്ലാഹ അസീസുൻ ഹകീം, നിശ്ചയമായും അല്ലാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു. അല്ലാഹു മലക്കുകൾക്ക് കൽപ്പന കൊടുക്കുന്നതും ലോകകാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും മറ്റുമെല്ലാം അല്ലാഹുവിൻ്റെ അലംഘനീയമായ വചനങ്ങൾ മുഖേനയാണല്ലോ. ഈ ഭൂമിയിലുള്ള സർവ്വവൃക്ഷങ്ങൾക്കും ചെടികൾക്കും സർവവൃക്ഷങ്ങൾക്കും, പിന്നീട് പാരന്തസിസാണ് 2 ഹൈഫൻ ഇട്ടിട്ട്, ചെടികൾക്കും അറബി ഭാഷയിൽ ഷജറത്ത് ബ്രാക്കറ്റിൽ അറബിയിലും കൊടുത്തിട്ടുണ്ട്, വൃക്ഷം എന്ന് പറയാം. അപ്പോൾ ഈ ഭൂമിയിലുള്ള സർവ്വവൃക്ഷങ്ങൾക്കും അവയെല്ലാം പേനകളായി തീരുകയും സമുദ്രങ്ങളിലും നദികളിലുമുള്ള വെള്ളം മുഴുവൻ മഷിയായി തീരുകയും എന്നിട്ട് ആ പേനകൾ ഈ മഷിയിൽ മുക്കി എഴുതാൻ തുടങ്ങി വെള്ളം വറ്റിയാൽ പോഷകമായി 7 സമുദ്രങ്ങൾ നിറയെ മഷിയുണ്ടാക്കി റബ്ബിൻ്റെ വചനങ്ങൾ എഴുതുക. പക്ഷേ അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അവനറിയുന്ന വിഷയങ്ങൾ എഴുതി തീരുകയില്ല. അത്ര വിശാലമാണ് അള്ളാഹുവിൻ്റെ അറിവ്. എന്നാൽ വഴിപിഴപ്പിക്കുന്ന മുഹീദ്ദീന്മാർക്ക് പ്രമാണമായ അവർ ചൊന്നേ ബൈത്തിൽ അള്ളാഹു അറിയുന്ന കാര്യങ്ങളൊക്കെ ഷെയ്ഖ് അവർകൾ അറിയുമെന്നും അള്ളാഹു പറയുന്ന വിഷയങ്ങൾ എഴുതിയാൽ അതിൽ വരുന്ന അക്ഷരങ്ങളുടെ എണ്ണം കൃത്യമായി ഷെയ്ഖ് അവർകൾ അറിയുമെന്നും പറയുന്നുണ്ട്. ഈ മുഹീദ്ദീന്മാരെ സത്യസമ്പൂർണ്ണമാണെന്ന് പറയുന്നവരെക്കാൾ വഴികെട്ടവർ ആര്?
അബൂജഹലിൻ്റെയും മറ്റും കുഫറിനേക്കാൾ കടുപ്പമാണിത്. അള്ളാഹു ഈ കൂട്ടർക്ക് ബോധം നൽകട്ടെ. ആയത്ത് 28. മാ ഖൽഖുകും വലാ ബഅസുകും, നിങ്ങളെ സൃഷ്ടിക്കലും നിങ്ങളെ പുനർജീവിപ്പിക്കലും ഇല്ലാ കനഫ്സിൻ വാഹിദ, ഒരൊറ്റയാളിനെ സൃഷ്ടിക്കുകയും പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെയാകുന്നു. ഒരാളെ സൃഷ്ടിക്കലും ലക്ഷങ്ങളെ സൃഷ്ടിക്കലും അള്ളാഹുവിന് സമമാകുന്നു. ആളുകൾ കുറേ അധികമുള്ളത് കൊണ്ട് അതിനനുസരിച്ച് പ്രയാസമുണ്ടാകുമെന്ന് കരുതേണ്ട. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിക്കുമ്പോൾ നടക്കട്ടെ എന്ന് പറയേണ്ടതേ ഉള്ളൂ. അപ്പോൾ തന്നെ അത് നടന്നു കഴിഞ്ഞു. ചെറിയ കാര്യം വലിയ കാര്യമെന്ന വ്യത്യാസം അവിടെയില്ല. അവൻ്റെ കഴിവ് അപാരമാകുന്നു. പേജ് നമ്പർ 1440. ഇന്നല്ലാഹ സമീഉൻ ബസീർ, നിശ്ചയമായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 847. സൂറത്ത് ലുഖ്മാൻ ആയത്ത് 29, പേജ് നമ്പർ 1440. അലം തറ അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിന്നഹാർ, നിശ്ചയമായും അല്ലാഹു രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്നു എന്നുള്ളത് നീ മനസ്സിലാക്കിയിട്ടില്ലേ? വയൂലിജുൻ നഹാറ ഫിൽ ലൈലി, പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുകയും വസഖറ ശംസ വൽ ഖമറ, അവൻ സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും കുല്ലു യജ്രി ഇലാ അജലിൻ മുസമ്മ, എല്ലാം നിർണയിക്കപ്പെട്ട ഒരവധി വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വ അന്നല്ലാഹ ബിമാ തഅമലൂന ഖബീർ, നിശ്ചയമായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുള്ളവനാകുന്നു. രാവിനെ പകലിലും പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നു എന്നിവിടെ പറയുന്നു. സൂര്യൻ എന്ന നക്ഷത്രത്തിന് ചുറ്റുമുള്ള 9 അല്ലെങ്കിൽ 8 ഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ഗ്രഹമാണ് ഭൂമി. 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 45.51 സെക്കൻഡ് കൊണ്ട് ഭൂമി ഒരു തവണ സൂര്യനെ ചുറ്റുന്നു. ഒരു ദിവസം എന്നത് 23 മണിക്കൂർ 56 മിനിറ്റ് 4.09 സെക്കൻഡാണ് ഭൂമി സ്വയം കറങ്ങാനെടുക്കുന്ന സമയം. ഭൂമിയിൽ 1,80,000 കിലോമീറ്ററാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നതിൻ്റെ വേഗത. ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ. അതേസമയം തന്നെ ഭൂമി മണിക്കൂറിൽ 1670 കിലോമീറ്റർ വേഗതയിൽ സ്വയം കറങ്ങുന്നുണ്ട്. ഈ സ്വയം ഭ്രമണത്തിൽ സൂര്യപ്രകാശം തട്ടുന്ന ഭാഗം പകലും മറുഭാഗം രാത്രിയുമായിരിക്കും. സൃഷ്ടാവായ റബ്ബ് നിശ്ചയിച്ച ഈ കണക്കനുസരിച്ചാണ് രാവും പകലും ഉണ്ടാകുന്നത്. ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ടോ തെക്കോട്ടോ അകലം കൂടുന്നതിനനുസരിച്ച് ഭൂമിയുടെ 23.5 ഡിഗ്രി ചെരിവ് കാരണം ഉഷ്ണകാലത്ത് നീണ്ട പകലും കുറഞ്ഞ രാത്രിയും ഉണ്ടാകുന്നു. ശൈത്യകാലത്ത് നീണ്ട രാത്രിയും കുറഞ്ഞ പകലും ഉണ്ടാകുന്നു. അതായിരിക്കാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാം ഒരു നിശ്ചിത അവധി വരെ സഞ്ചരിക്കും എന്ന് ഇവിടെ പറഞ്ഞത് ശ്രദ്ധിക്കുക. സൂര്യനും ചന്ദ്രനും മറ്റു ഗോളങ്ങളും അവയുടെ സഞ്ചാരപഥങ്ങളിലൂടെ വളരെ കൃത്യമായി ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു നിർണയിച്ച ഒരു നിശ്ചിത സമയം വരെ അവ സഞ്ചരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. ഒരു നിശ്ചിത സമയമെത്തിയാൽ എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നിശ്ചലമാകും എന്ന് ഈ പ്രയോഗത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. എല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ അള്ളാഹു മാത്രമാകുന്നു. ആയത്ത് 30. അതെന്തുകൊണ്ടെന്നാൽ നിശ്ചയമായും അള്ളാഹു സത്യസ്വരൂപനാകുന്നു. അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നതെല്ലാം വ്യക്തമാകുന്നു. നിശ്ചയമായും അള്ളാഹു ആകട്ടെ അവൻ തന്നെയാണ് ഉന്നതനും വലിയവൻ. പേജ് നമ്പർ 1441, ആയത്ത് 31. അലം തറ അന്നൽ ഫുൽക തജ്രി ഫിൽ ബഹരി ബിനിഅമത്തില്ലാഹി, നിശ്ചയമായും കപ്പൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സമുദ്രത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് നീ മനസ്സിലാക്കിയിട്ടില്ലേ? ലിയുരിയകും മിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ, വളരെ ക്ഷമയുള്ളവനും വളരെ നന്ദിയുള്ളവനുമായ ഏതൊരാൾക്കും ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. കടലിൽ സഞ്ചരിക്കാൻ വേണ്ട സൗകര്യമൊരുക്കി തരുന്നതിനെപ്പറ്റി ഖുർആൻ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. കടലിൽ കപ്പൽ സഞ്ചാരവും ചരക്കുകൾ കൊണ്ടുപോകലും ഏറ്റവും സൗകര്യപ്രദവും താരതമ്യേന ലാഭകരവുമാണ്. എങ്ങനെയാണ് കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? ഒരു വസ്തു ഭാഗികമായോ മുഴുവനായോ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ അത് എത്ര വെള്ളത്തെ മാറ്റി നിർത്തുന്നുവോ ആ വെള്ളത്തിൻ്റെ ഭാരത്തിന് തുല്യമായ ഭാരം ഈ വസ്തുവിന് കുറയുന്നു. ഇതാണ് ആർക്കിമിഡീസ് തത്വം. കപ്പലിൻ്റെ അടിഭാഗം കടലിനടിയിലേക്ക് താഴ്ന്നു നിൽക്കുന്നതിനാൽ കുറേ വെള്ളത്തെ അത് മാറ്റി നിർത്തുന്നു. മാത്രമല്ല സമുദ്രജലത്തിന് സാന്ദ്രതയും ഭാരവും കൂടുതലാണ്. അതിനാൽ ശുദ്ധജലത്തിൽ വഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭാരം കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് വഹിക്കാൻ കഴിയും. ഇത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമാണ്. ആയത്ത് 32.
വഇദാ ഗശിയഹും മൗജുൻ കള്ളുലരി, മലകളെപ്പോലെയുള്ള തിരമാലകൾ അവരെ മൂടുമ്പോൾ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വടക്കം അള്ളാഹുവിന് മാത്രം തനിപ്പിച്ചവരായി അവർ പ്രാർത്ഥിക്കുന്നതാകുന്നു. ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, അങ്ങനെ കരയിലേക്ക് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുമ്പോൾ ഫമിൻഹും മുഖ്തസിദ്, അവരുടെ കൂട്ടത്തിൽ നീതിനിഷ്ഠയുള്ളവരുണ്ട്. വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ, മഹാചതിയന്മാരും വളരെ നന്ദി കെട്ടവരുമായ എല്ലാവരും നമ്മുടെ ആയത്തുകളെ നിഷേധിക്കുക തന്നെ ചെയ്യുന്നതാകുന്നു. ബഹുദൈവാരാധകരായ മനുഷ്യർ വലിയ അപകടത്തിൽപ്പെടുമ്പോൾ അവരുടെ ആരാധ്യരെ വിളിച്ചു തേടുകയില്ല. കടലിൽ യാത്ര ചെയ്യുമ്പോൾ തങ്ങൾ ദൈവങ്ങളെയൊക്കെ ഒഴിവാക്കി അള്ളാഹുവിനെ മാത്രം വിളിച്ചു സഹായം ചോദിക്കും. അവരെ അങ്ങനെ രക്ഷപ്പെട്ടാൽ കുറച്ചൊക്കെ നന്ദിയും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയവും ചിലർക്കുണ്ടാകും. മറ്റു ചിലർക്ക് അങ്ങനെയൊരു സൃഷ്ടാവിനെ തന്നെ ഓർമ്മയുണ്ടാകില്ല. അങ്ങേയറ്റം നന്ദി കെട്ടവരാണവർ. ഭയങ്കരമായ നന്ദികേടും കടുത്ത വഞ്ചനയുമായാണ് ഈ നിലപാടിനെ ഖുർആൻ കാണുന്നത്. പേജ് നമ്പർ 1442, ആയത്ത് 33. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, മനുഷ്യരെ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവീൻ. നിങ്ങളുടെ റബ്ബിന് അനിഷ്ടകരമായ ഒന്നും നിങ്ങളിൽ നിന്നുണ്ടാവരുത്. നിങ്ങളുടെ റബ്ബ് നിർബന്ധമാക്കിയതൊക്കെ കഴിയുന്നതും നിങ്ങൾ കൈക്കൊള്ളണം. വിരോധിച്ചവയെല്ലാം ഉപേക്ഷിക്കണം. അങ്ങനെയാണ് സൂക്ഷ്മത പാലിക്കേണ്ടത്. വഖ്ശൗ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുക. ലാ യജ്സി വാലിദുൻ അൻ വാലിദിഹി, ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, ഒരു പിതാവും തൻ്റെ പുത്രന് ഉപകാരം ചെയ്യുകയില്ല. വല മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ, ഒരു പുത്രനും തൻ്റെ പിതാവിന് ഒരു ഉപകാരിയുമാവുകയില്ല. അങ്ങനെയുള്ള ഒരു ദിവസത്തെ ഭയപ്പെടുക. ആർക്കും ഒരു സഹായവും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ദിവസമാണിത്. ഭാര്യാഭർത്താക്കന്മാർക്കോ ബന്ധുക്കൾക്കോ നേതാക്കൾ അനുയായികൾക്കോ ആർക്കും ഒരു സഹായവും അങ്ങോട്ടും ഇങ്ങോട്ടും നൽകാനാവില്ല. ഓരോരുത്തരും തൻ്റെ സ്വന്തം കാര്യത്തെക്കുറിച്ചുള്ള വലിയ ഭയാശങ്കകളിലായിരിക്കും. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, നിശ്ചയമായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യം തന്നെയാകുന്നു. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, അതുകൊണ്ട് ഇഹലോക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, മഹാവഞ്ചകനായ പിശാച് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. മതാധ്യാപനങ്ങളിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നത് ഭൗതിക താല്പര്യങ്ങളാണ്. ഭൗതിക സുഖങ്ങളിൽ അവൻ മതിമറക്കും. കച്ചവടം, കൃഷി, വ്യവസായം, ജോലി, മക്കൾ, കളി, വിനോദങ്ങൾ, സാഹിത്യം, രാഷ്ട്രീയം തുടങ്ങിയ ഭൗതികമാത്ര പ്രധാനമായ സംഗതികളിൽ സമയം ചിലവഴിക്കും. അങ്ങനെ പരലോകം മറക്കും. ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത്, എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്, മരണശേഷം എന്ത് സംഭവിക്കും തുടങ്ങിയ മൗലിക പ്രധാന സംഗതികളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കില്ല. ഇങ്ങനെ മനുഷ്യൻ വഞ്ചിതനായി പോകും. പിന്നെ അവനെ വഞ്ചിക്കുന്നത് പിശാചാണ്. തെറ്റുകുറ്റങ്ങൾ ചെയ്യിക്കും. അവയ്ക്കുള്ള ന്യായീകരണങ്ങൾ തോന്നിപ്പിക്കും. ശിർക്കും കുഫ്റും ഭംഗിയാക്കി തോന്നിപ്പിക്കും. അള്ളാഹു മഹാകാരുണികനും കരുണാനിധിയുമാണ്. അടിമകളോട് വളരെ വാത്സല്യവും കൃപയും സ്നേഹവും ഉള്ളവനാണ്. എത്ര വലിയ പാപം ചെയ്താലും എത്ര അധികം ചെയ്താലും അവൻ വളരെ പൊറുക്കുന്നവനാണ് എന്നൊക്കെ തോന്നിപ്പിച്ച് കുറ്റം ചെയ്തതിനെ പറ്റി ഭയമില്ലാതെയാക്കും. പല നിലക്കും പിശാച് നിങ്ങളെ വഞ്ചിക്കും. ആയത്ത് 34, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, നിശ്ചയമായും അല്ലാഹു ആകട്ടെ ആ അന്ത്യസമയത്തിൻ്റെ അറിവ് അവൻ്റെ അടുക്കൽ തന്നെയാണ്. വനുനസ്സിലുൽ ഗൈസ, അവൻ മഴ പെയ്യിക്കുന്നു. പേജ് നമ്പർ 1443. വയഅലമു മാ ഫിൽ അർഹാമി, ഗർഭാശയങ്ങളിലുള്ളത് അവൻ അറിയുന്നു. മഴ എപ്പോൾ ഇവിടെ എത്ര അളവിൽ എത്ര ശക്തിയിലുണ്ടാകുമെന്ന് കൃത്യമായി അറിയാൻ ആർക്കും സാധ്യമല്ല. ശാസ്ത്ര നിഗമനങ്ങളിലൂടെ നടത്തുന്ന ചില പ്രവചനങ്ങൾ ശരിയും തെറ്റുമാകാറുണ്ട്. സാധ്യതകൾ മാത്രമാണ് അവർക്ക് പറയാൻ കഴിയുക. ഗർഭാശയത്തിൽ രൂപം കൊള്ളുന്ന ശിശുക്കളുടെ കാര്യവും ഇങ്ങനെ തന്നെ. ശാസ്ത്രശാഖകളുടെ സഹായത്തോടെ ലഭിക്കുന്ന വിവരങ്ങളില്ലാതില്ല. രൂപം പ്രാപിച്ചു കഴിഞ്ഞ കുട്ടി ആണോ പെണ്ണോ എന്നറിയാൻ മാർഗങ്ങളുണ്ട്. പക്ഷേ ആ രൂപപ്രാപ്തി നേടുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് കൃത്യമായി അറിയില്ല. ആ കുട്ടിയുടെ ജനനം കൃത്യമായി പറയാൻ കഴിയില്ല. അത് ജീവനോടെ പുറത്തു വരുമോ ശവമായി വരുമോ, കുഞ്ഞിൻ്റെ ആയുസ് വിശ്വാസിയോ ഇതൊന്നും ആർക്കും അറിയില്ല. കുട്ടിയുടെ വർത്തമാനം, ഭാവി, ബുദ്ധിപരമായ കഴിവുകൾ, വിശ്വാസപരമായ വിഷയങ്ങൾ, അവൻ്റെ പര്യവസാനം എല്ലാം ഈ വചനത്തിൽപ്പെടുന്നു. അള്ളാഹുവിൻ്റെ മാത്രമായ അറിവുകളാണ് ഇതൊക്കെയും. ചിലർ ആണോ പെണ്ണോ എന്ന അറിവിൽ ഇത് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതൊരിക്കലും ശരിയല്ല. യാതൊരാളും നാളെ എന്താണ്
താൻ പ്രവർത്തിക്കുകയെന്ന് അറിയുകയില്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്, യാതൊരാളും ഏത് നാട്ടിലാണ് താൻ മരിക്കുക എന്നും അറിയുകയില്ല. നാളത്തെ സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ആർക്കും അറിയില്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചും സമൂഹത്തെ സംബന്ധിച്ചും നാടിനെ സംബന്ധിച്ചുമൊക്കെ ഭാവി എന്താണെന്ന് അള്ളാഹുവിനെ അറിയുകയുള്ളൂ. മരണം ഏറ്റവും ഉറപ്പുള്ള കാര്യമാണ്. എന്നാൽ അതെവിടെ വെച്ച് എങ്ങനെ എന്നത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. നാട്ടിൽ വെച്ചോ അതോ വല്ല യാത്രയിലും ഏതെങ്കിലും നാട്ടിൽ വെച്ചോ ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ. ഇന്നയിടത്ത് വെച്ച് ഇന്നപ്പോൾ മരിക്കുമെന്ന് ആളുകൾ അറിഞ്ഞാൽ ഈ ലോകത്താകെ അരാജകത്വം വ്യാപകമാകുന്നതാണ്. ആ സമയത്തിന് മുമ്പ് പലതും ചെയ്യുവാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരിക്കും. അത് മാത്രം മതി ലോകം നശിക്കാൻ. അതുകൊണ്ട് അതറിയാൻ കഴിയാതെ വെച്ചതിന് നാം അള്ളാഹുവിന് നന്ദി പറയുക. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, നിശ്ചയമായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. മനുഷ്യർക്ക് നൽകപ്പെട്ട അറിവ് വളരെ തുച്ഛമാണ്. എല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ അള്ളാഹു മാത്രം. സൂറത്തുൽ ലുഖ്മാൻ തീർന്നു.